സാറാണ്. +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ചോദ്യങ്ങളാണ് തരുന്നത്. പഠിച്ചേക്കണം. എക്സാമിന് വന്ന ചോദ്യങ്ങളൊക്കെയാണ് ഈ തന്നേക്കുന്നത് കേട്ടോ. ബോർഡിലൊക്കെ കാണുന്നതൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് പരിശോധിച്ചാൽ കാണുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ നിങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇവനെ സെലക്ട് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എക്സാമിന് എന്തായാലും നിങ്ങൾ കുറേ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ള സമയം നിങ്ങൾക്ക് ഇത്തിരി എക്സ്ട്രാ പഠിക്കാനൂടെ ചേർത്ത് എക്സാമിന് ഉറപ്പ് വരുന്നതോടെ ചേർത്തുള്ളതാണിത്. പഠിച്ചോണം. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. സംസാരിച്ച സമയം പോവും. നമുക്ക് എളുപ്പം ചെയ്യാം. കൺസിഡർ ദ റിലേഷൻ R ഈസ് ഈക്വൽ ടു 1 3 1 1 2 2 3 3 3 1. ഓക്കെ. എന്നിട്ട് എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3 എന്നൊരു സെറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ഷോ ചെയ്യണം. ഇക്വലൻസ് ആവുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് ഷോ ചെയ്യണം. രണ്ടാമത് സിമെട്രിക് ആണ് എന്ന് ഷോ ചെയ്യണം. ഓക്കെ, ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം ചുമ്മാ പേരുകളൊന്നും പേടിപ്പിക്കുന്നതേ ഉള്ളൂ. മൂന്നാമത് ട്രാൻസിറ്റീവ് ആണെന്നും ഷോ ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോണം. എ എന്ന് പറഞ്ഞ സെറ്റിനുള്ളിൽ ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? 1 2 3 അല്ലേ? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും അയാളിലോട്ടുള്ള ഓർഡേർഡ് പെയർ വേണം. ഇപ്പോൾ 1 ആദ്യം കാണുന്നല്ലോ. 1 ആണെങ്കിൽ 1 1 കാണണം. അടുത്ത് 2 ഉള്ളതുകൊണ്ട് 2 2 കാണണം. 3 ഉള്ളതുകൊണ്ട് 3 3 കാണണം. ഇത് 3 പേര് ഉള്ളപ്പോഴാണ് റിഫ്ലെക്സീവ്. ഇക്വലൻസ് റിലേഷൻ എന്ന് ചോദിച്ചാൽ ഈ 3ഉം ശരിയാവുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ. 1ന് ഇവിടെ ഉണ്ടെങ്കിൽ 1 1 കാണണം. ഉണ്ട്. 2 ഉണ്ടെങ്കിൽ 2 2 കാണണം. ഉണ്ട്. 3 ഉള്ളപ്പോൾ 3 3 കാണണം. ഓക്കെ, റിഫ്ലെക്സീവായി. അപ്പോൾ നമുക്ക് എഴുതാം. ഹിയർ ആൻസർ ഇങ്ങനെ എഴുതണേ. 1 1, 2 2, 3 3, ഇനി കോമ വേണ്ടല്ലോ. ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ദ ഗിവൺ റിലേഷൻ ക്യാപിറ്റൽ R. Therefore R ഈസ് ആരായി? റിഫ്ലെക്സീവ്. ഇത്രേ ഉള്ളൂ. നോക്കിക്കേ, എന്താണെന്ന് അറിയാഞ്ഞുകൊണ്ട് ഇത്ര നാൾ എഴുതിയില്ല ഇല്ലയോ? ഇത്രേ ഉള്ളായിരുന്നു. ഇതൊന്നും അറിയാൻ ശ്രമവും നടന്നില്ലല്ലേ? ഓക്കെ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കണം. നിങ്ങളിവിടെ ഏത് ഓർഡേർഡ് പെയറിനെ കണ്ടാലും അതിൻ്റെ തിരിച്ചുള്ള ഓർഡേർഡ് പെയറിനും അതിനുള്ളിൽ കാണണം. ഇപ്പോൾ 1 3 അങ്ങനെയാണെങ്കിൽ തിരിഞ്ഞുള്ളത് എന്തോ 3 1 ഉണ്ടാവും. നോക്കണം. ഉണ്ടോ നോക്കിക്കേ. ഓൾഡ് 3 1 ഉണ്ട്. ഉണ്ടോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 1 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R ഇംപ്ലൈസ് 3 1 ഇവിടെ ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നം കേട്ടോ. 1 1 ഉണ്ട്, 3 1 ഇല്ല. സിമെട്രിക് അല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു ഓർഡേർഡ് പെയറിൻ്റെ തിരിച്ചുള്ള ഓർഡേർഡ് പെയർ ഇവിടെ തന്നെ കാണണം. കാണുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ തിരിച്ച് വേണം. ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ. ഇനി 1 1 ഇതൊന്നും നോക്കണ്ട. ഡിഫറൻ്റ് ആയിട്ടുള്ള 2 പേരെ നോക്കിയാൽ മതി. ഇപ്പോൾ 1 3 ഉണ്ടോ? അപ്പോൾ 3 1. ഇനി ഇതിനകത്ത് 1 2 ഉണ്ടെങ്കിൽ 2 1 വേണമായിരുന്നു. 1 2 2 1 ഇല്ല. ഉള്ളതിന് തിരിച്ചുണ്ടായാൽ മതി. ഇല്ലാത്തതിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണ്ട. ഓക്കെ. അപ്പോൾ 1 3 ആണ് നമുക്ക് ആകെയുള്ള ഇവർ രണ്ടും ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ളത്. മറ്റേ 2 സെയിം അല്ലേ? ഡിഫറൻ്റ് ആയിട്ടുള്ളത് 1 3. അപ്പോൾ 3 1 ഉണ്ട്. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി നോക്കുകയും വേണ്ട. Therefore R ഈസ് ആരായി? സിമെട്രിക്. അത്രയേ ഉള്ളൂ. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മോനെ 2 ഓർഡേർഡ് പെയർ ഈ കാണുന്ന പോലെ വേണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 3. ഓക്കെ, അത് തീരുന്ന നമ്പർ ഏതാ? 1 3യിലെ തീരുന്ന നമ്പർ ഏതാ? 3 ആ 3യിൽ തുടങ്ങുന്ന ഓർഡേർഡ് പെയർ ഇവിടെ ഉണ്ടായിരിക്കണം. 3 1 ഉണ്ട്, 3 3 ഉണ്ട്. ഏത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതായിരിക്കും ഇച്ചിരി നല്ലതെന്നേ ഉള്ളൂ കേട്ടോ. 1 3 ഉണ്ട്. തീരുന്ന നമ്പറിൽ നിന്നും തുടങ്ങുന്ന ഓർഡേർഡ് പെയർ ഉണ്ടായിരിക്കണം. അപ്പോൾ 1 3 ഉണ്ട്, 3 1 ഉണ്ട് അല്ലേ? ഈ 2 പേരുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 3 ഉണ്ട്. ആ തീരുന്ന നമ്പറിൽ നിന്നുള്ള 3 1 ഉണ്ടെങ്കിൽ ഫസ്റ്റും ലാസ്റ്റോടുള്ള 1 1 ഉണ്ടോ? 1 3 3 1 അങ്ങനെയാണെങ്കിൽ ഫസ്റ്റും ലാസ്റ്റോടെ 1 1 ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. ഓക്കെ. ഈസ് ആൻ എലമെൻറ്റ് ഇംപ്ലൈസ് 1 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ 1 3 3 1 അങ്ങനെയാണെങ്കിൽ 1 1 ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. Therefore R ഈസ് ട്രാൻസിറ്റീവ്. Therefore R ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. വേറെ ഒന്നും ചെയ്യേണ്ടവരെ തീർന്നു. ഓക്കെ. അല്ലാതെ ഇനി ഇക്വലൻസിന് വേണ്ടി എന്തൊക്കെയോ പുതിയ കാര്യം ഒന്നുമില്ല. നെക്സ്റ്റ്, A ഈസ് എ 3 by 3 മെട്രിക്സ്. മീൻസ് 3 റോയും 3 കോളം ഉള്ള മെട്രിക്സ് ആണ് ക്യാപിറ്റൽ A. ഓക്കെ. ആൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഈസ് ഗിവൺ ടു ബി 5. എയുടെ ഡിറ്റർമിനൻറ്റ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് 2A എക്സാമിന് മിക്കപ്പോഴും കാണുന്ന പിള്ളേരാരും എഴുതത്തില്ല കേട്ടോ. അറിയത്തില്ലെന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. നോക്കാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് 2A എന്നുള്ളതിനെ ഈ 2 ഇങ്ങ് പുറത്ത് വരണം മോനെ. അകത്തുനിന്ന് പുറത്ത് വരണം. അപ്പോൾ പുറത്ത് വരുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കൊണ്ട് എഴുതുന്നത്? ശ്രദ്ധിച്ചിരിക്കണം. ഈ വെറും 2 പുറത്ത് വരുന്നതിനോടൊപ്പം തന്നെ
പവറിലൊരു 3 ഇട്ടേക്കണം. ഏത് 3/3 ഇത്രയേ ഉള്ളൂ. ഉണ്ടോ? ഈ 3 ആണ് ഇവിടെ വരുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പം 2 × a, അപ്പോൾ 2³ ഡിറ്റർമിൻ്റ്. അപ്പോൾ ഇത് 4a ആയിരുന്നെങ്കിലോ, 4a എന്നായിരുന്നെങ്കിലോ 4³ ഡിറ്റർമിൻ്റ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ 2³ ഡിറ്റർമിൻ്റ്. വാട്ട് ഈസ് 2³ 8. ഡിറ്റർമിനൻ്റ് എത്ര തന്നിരിക്കുന്നത്? 5. ദാറ്റ് ഈസ് 8 × 5. ആൻസർ ഈസ് 40. തീർന്നു. ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ശരിയാണ്, നിങ്ങൾ പഠിച്ച് കാണത്തില്ലാത്തതുകൊണ്ടാണ്. പഠിച്ചത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഇതെന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓർഡറും ഡിഗ്രിയും. ഓർഡറും ഡിഗ്രി നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ മോനെ. ഇത് കണ്ട d³y/dx³, d²y/dx², dy/dx. അപ്പോൾ നോക്കിക്കേ, ഇത് വെറും dy/dx ആണ്. ഇത് d² ഉണ്ട് മോനെ, ഇത് d³ ഉണ്ട്. ഓ, d³ therefore ഓർഡർ ഈസ് 3. 3 തവണ ചെയ്തേക്കുന്നതെന്ന് അർത്ഥം. d³y/d എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ dy/dx ആണ് കേൾക്കാറുള്ളൂ അല്ലേ. ഇത് ഒന്നുകൂടെ ചെയ്തു. d² എന്ന് പറഞ്ഞാൽ dy/dxനെ ഒന്നുകൂടെ ചെയ്തു. ദാണ്ടെ ഒന്നുകൂടെ കിടക്കുന്നു d³y. therefore ഓർഡർ ഈസ് ആരാണ്? 3. ഓക്കെ. നെക്സ്റ്റ്, ഡിഗ്രി എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ 3 കണ്ടുപിടിച്ചത് ഇവിടെയാണോ ഇവിടെ നോക്കിക്കൊണ്ടാണ്. ഇവിടെ നോക്കിക്കൊണ്ട് ഈ 3 എഴുതേണ്ടത് അല്ലേ. അതിൻ്റെ ഹോൾ പവർ, ഒന്നും പവർ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ പവർ ആരുണ്ട്? 1 ആണ്. ഓക്കെ. ഏതാണ്ട് അല്ലാതെ ഈ വലിയ പവറിനെ ഒന്നും ഡിഗ്രി ആയിട്ട് എഴുതല്ലേ. ഓർഡറിനെ കണ്ട ടേമിൻ്റെ ഹോൾ പവർ, ഓർഡറിനെ കണ്ടത് ഇതാ, അതിൻ്റെ ഹോൾ പവർ എന്ന് പറഞ്ഞാൽ ആരുമില്ലെങ്കിൽ പവർ എത്ര? 1. therefore ഡിഗ്രി ഈസ് 1. അപ്പോൾ ഓർഡർ ഈസ് 3 ആൻഡ് ഡിഗ്രി ഈസ് 1. ഓക്കെ. അപ്പോൾ ഈ ചെറിയ ക്ലാസ് ആണെങ്കിലും 3 പ്രോബ്ലം നിങ്ങൾ പഠിച്ചത്. വളരെ എളുപ്പത്തിൽ ഇങ്ങനത്തേതെല്ലാം എക്സാമിന് വരും. നമ്മുടെ ഇനി ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ പഠിച്ചോണം മാക്സിമം. നമ്മുടെ സപ്പോർട്ടുകൾ എപ്പോഴും ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് തരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം കാണുന്നുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, മീൻസ് നിങ്ങളെ താഴെയുള്ള +1 പഠിക്കുന്നവരോ ഒക്കെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊന്ന് പറയുക. ഓക്കെ, ഗുഡ് ബൈ.